ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊടുത്തിരിക്കുന്നത് ദുബൈയിൽ ജോബ് കിട്ടിയിട്ടുള്ള നമ്മുടെ രഹന എന്ന് പറഞ്ഞ ടീച്ചറെയാണ്. അപ്പോൾ ടീച്ചറെ കുറിച്ച് പറയാനുള്ളത്, ആള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് രഹന ഇങ്ങനെ എത്തുന്നത്. സോ രഹന ഡിസംബറിലാണ് ദുബൈയിലേക്ക് വരുന്നത്. ഇപ്പം രഹനക്ക് ജോബ് കിട്ടിയിരിക്കുന്നത് അമേരിക്കൻ സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ്. ഇനി ബി എഡ് പേടിക്കുന്നവർക്ക്, ബി എഡ് ഇല്ലാതെ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് നമ്മുടെ രഹന അമേരിക്കൻ സ്കൂളിൽ ടീച്ചറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രഹനയോട് ചോദിക്കാം. രഹനയുടെ കരിയർ ജേണി എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യൂ. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, മെജൂസ് പാർക്കിനെ എങ്ങനെ അറിഞ്ഞു, ദുബൈയിൽ എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ, പറഞ്ഞോളൂ, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഓക്കെ മാം. ഞാൻ ഫസ്റ്റ്ലി മെജൂസ് പാർക്കിനെ ഇങ്ങനെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്യും. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം പി ജിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഞാൻ മെജൂസ് പാർക്കിനെ കുറിച്ച് എങ്ങനെ സെർച്ച് ചെയ്യും, എങ്ങനെ എനിക്ക് യു എയിൽ, ഹസ്ബൻഡ് യു എയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ എങ്ങനെ എനിക്ക് യു എയിൽ ജോബിന് കയറാൻ പറ്റും, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ, നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മളത് നോക്കണമല്ലോ, നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളും സെർച്ച് ചെയ്ത് യു എ ജോബ്സിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് മാമിന്റെ യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ടത്. അങ്ങനെ അത് ത്രൂ ആണ് ഞാൻ മാമിന്റെ ഗ്രൂപ്പ്സിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. പക്ഷേ ഞാൻ സത്യസന്ധമായി പറയാലോ, എനിക്ക് ഇത്രയും നല്ലൊരു കരിയർ ഗൈഡൻസ് എവിടുന്നും എനിക്ക് വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 100%-ൽ ഒരു 80% മാം തരുന്നതൊക്കെ ഫ്രീ ആണ്. ബാക്കി ഒരു 30% ആണ് മാം ഒരു ഇതാക്കിയിട്ട് ഞങ്ങൾക്ക് കോഴ്സ് പോലെയൊക്കെ തരുന്നത്. ബാക്കി 80%-ഉം ഞങ്ങൾ മാമിന്റെ ഗ്രൂപ്പ് കയറി കഴിഞ്ഞാൽ കരിയർ ഗൈഡൻസ് മുഴുവൻ ഫ്രീ ആണ്. പിന്നെ നമുക്ക് വേണ്ട എന്തെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസും നമ്മളെ സബ്ജക്ട് ബേസ്ഡ് ഉള്ള അറിവുകൾ മാത്രമാണ് മാം ക്യാഷ് തന്നിട്ട് ചെയ്യുന്നത്. അത്ര എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം യു എയിൽ എന്താണോ, സൗദിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ 8th 9th വരെ പഠിച്ചത് സൗദിയിലാണ്. പക്ഷെ ഇതുവരെ എനിക്ക് അവിടുത്തെ ഒരു ടീച്ചിങ് റൂൾസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ യു എയിൽ എങ്ങനെയാണ് ടീച്ചിങ്ങോ എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ല. പക്ഷെ എനിക്ക് ഇവിടെ ജോബിന് വരണം, അത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് മാം ത്രൂ ആണ് ഞാനൊരു എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ടാക്കിയതും. ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഞാൻ ഒന്നിനും കുഴങ്ങിയിട്ടില്ല. എനിക്ക് ഏകദേശം എങ്ങനെയാ നോക്കേണ്ടി, എങ്ങനെ ചെക്ക് ചെയ്യേണ്ടി എല്ലാ കാര്യങ്ങളും HB എടുത്തതിലൂടെയും IGCSലൂടെയും ഇംഗ്ലീഷിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും എനിക്കൊരു ധാരണ ഉണ്ട്. PPT ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഇവിടെ വന്നപ്പോഴൊക്കെ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ഓൾറെഡി നമ്മൾ പ്രിപ്പയർഡ് ആണ്. അപ്പോ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഒരുപാട് സ്കൂൾസിലൊന്നും ഞാൻ നടന്നു കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു വേക്കൻസി വന്നത്. ഞാൻ ആകെ ഞങ്ങളെ നിയർ ബൈ ഉള്ള റാഷിദയിലാണ് താമസിക്കുന്നത്. അപ്പൊ നിയർ ബൈ ഉള്ള കുറച്ച് സ്കൂൾസിൽ മാത്രം നടന്നിട്ട് പോകാൻ പറ്റിയ ഒരു സ്കൂൾസിൽ മാത്രം കൊണ്ടുപോയിട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ അവിടുന്ന് എനിക്ക് കോൾസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊണ്ടുപോയി കൊടുത്തിരുന്നു. എനിക്ക് ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്തോടുന്ന് 2-3 കോൾസ് വന്നിരുന്നു. ഫസ്റ്റ് ഒരു ഇന്ത്യൻ സ്കൂളിൽ നിന്ന് കോൾ വന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചോദിച്ചു, ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചതാണ്. പക്ഷെ ഞാൻ എന്റെ ക്വാളിഫിക്കേഷനിൽ ബി എഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് KHD അപ്രൂവ്ഡ് അല്ലാണ്ട് ബി എഡ് ഇല്ലാത്ത കുട്ടികളെ എടുക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്തായാലും ബ്രിട്ടീഷ് പോയിട്ട് ട്രൈ ചെയ്യൂ, എന്തായാലും നിങ്ങൾക്ക് കിട്ടും, CV ഒക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാൻ എന്നാലും എന്റെ CV കണ്ടിട്ട് അവർ ബി എഡ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്. അപ്പോ അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്കൊരു പ്രിസ്റ്റിൻ ഒരു സ്കൂളിന്റെ പേര് പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നാട്ടിലുള്ള ആരാണെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാം. പ്രിസ്റ്റിൻ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിസ്റ്റിൻ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞാൻ കയറിയിട്ട് പ്രൊഫൈലും ബയോഡാറ്റ ഒക്കെ കൊടുത്ത സമയത്ത് അതിൽ നിന്ന് എനിക്ക് കോൾ വന്നിരുന്നു. ഇങ്ങനെ റെഡി ആണോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു. അതൊരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾ തന്നെയാണ്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പിന്നെ റെസ്പോൺസ് ഒന്നും കിട്ടാണ്ടായപ്പം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാര്യം പറയാലോ, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ യു എയിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മളെപ്പോഴും ഇപ്പൊ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ നിന്നിട്ട് തന്നെ നമ്മൾ ലിങ്ക്ഡിൻ സെറ്റ് ആക്കിയിട്ട് വരാം. ഞാൻ ഏകദേശം ഇങ്ങോട്ട് വരാനായപ്പോഴാണ് സെറ്റ് ആക്കിയത്. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴന്നെ അവരുടെ പഠിപ്പിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഗ്രാജുവേഷൻ അപ്ഡേഷൻസ് ഒക്കെ അതിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലിങ്ക്ഡിൻ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ജോബ് ഇങ്ങോട്ട് തെരഞ്ഞു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ എനിക്ക് ഇവര് ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് അയച്ചു, ഇങ്ങനെ ജോബ് ഹണ്ട് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആണോ, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവര് നെക്സ്റ്റ് അപ്പൊ തന്നെ ഞാൻ എന്റെ CV അയച്ചു തരാൻ പറഞ്ഞു. CV അയച്ചു കൊടുത്തു. അപ്പൊ തന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചു. സോറി മാം. ഓക്കെ.
ഓക്കെ. അപ്പൊ എനിക്ക് കോള് വന്നു. അപ്പൊ എന്നോട് സംസാരിച്ചു. ഒരു ഫോൺ ഇന്റർവ്യൂ കോള് പോലെ തന്നെ എന്റെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും എല്ലാം ചോദിച്ചു. എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ചോദിച്ചു. ഞാൻ നാട്ടിലിങ്ങനെ ജസ്റ്റ് പഠിപ്പിന്റെ സമയത്ത് തന്നെ ഒരു ടീച്ചേഴ്സ് ലീവ് ആയിരുന്ന സമയത്തൊക്കെ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 1 ഇയർ എക്സ്പീരിയൻസ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൈവറ്റ് മാം പറഞ്ഞ പോലെ പ്രൈവറ്റ് ട്യൂട്ടറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പാഷനേറ്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ടീച്ച് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഭയങ്കര ഇംപ്രസ്ഡ് ആയി. പിന്നെ മാം എല്ലാം HBIT പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ സാലറി എക്സ്പെക്ടേഷൻ ഒക്കെ ചോദിച്ചു. അപ്പൊ സാലറി എക്സ്പെക്ടേഷനിൽ ഞാൻ പറഞ്ഞ മറുപടി കേട്ടിട്ട് അവർ പറഞ്ഞു ഗ്രേറ്റ്, ആദ്യം പഠിച്ച് തയ്യാറായിട്ടിരിക്കാന്ന്. അങ്ങനെ ഭയങ്കരമായിട്ട് എന്തായാലും നേരിട്ട് കാണാനുള്ള ഒരു ഇതുണ്ട്, എക്സൈറ്റ്. ടിപ്സ് HBIT നിന്ന് കിട്ടിയ ടിപ്സ് എല്ലാം അവിടെ യൂസ് ചെയ്തു അല്ലെ? യൂസ് ചെയ്തു. അപ്പൊ പറയുന്നുണ്ടായിരുന്നു എന്തായാലും കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ് എന്നോട് ആ സർ പറഞ്ഞു. കാണാൻ എക്സൈറ്റഡ് ആണ്, എല്ലാം പ്രിപ്പയർഡ് ആയി റെഡി ആയിട്ട് നിൽക്കാൻ തോന്നുന്നു, എല്ലാത്തിനും ആൻസർ നല്ല വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് എനിക്ക് ഇന്റർവ്യൂ ടൈം തന്നു. പോയി ഞാൻ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴും ആള് ഭയങ്കര ഇംപ്രസ്ഡ് ആയി എന്റെ ഓരോ ആൻസേഴ്സും കാര്യങ്ങളും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിലും ഒരു സ്പെഷ്യൽ പോസ്റ്റ് ആണ്. അപ്പോ EAL പോസ്റ്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ പോസ്റ്റ് ആണ്. അപ്പം എന്നോട് പറഞ്ഞു എന്താണ് നല്ല ഫോണിക്സും കാര്യങ്ങളും നല്ല ഇതുണ്ടാവണം, പക്ഷെ അതിൽ ബാക്കിലേക്ക് ആണെങ്കിലും പക്ഷെ നമ്മള് ആ HBIT ഒരു കടന്നുകൊണ്ട് പോയത് കൊണ്ട് ആള് ഓക്കെ ആണ്, ഭയങ്കര ഇംപ്രസ്ഡ് ആയി. യു ആർ കോൺഫിഡന്റ്, നല്ല കോൺഫിഡന്റ് ആയതുകൊണ്ട് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളെ ഒരു ഇതിൽ നീ വേണം എന്ന് പറഞ്ഞിട്ട് ആള് ഓക്കെ ആയി, റെഡി ആയി. എന്തായാലും അപ്പൊ പക്ഷെ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം എന്നോട് ഫോണിക്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയെങ്കിലും അപ്പൊ ചോദിച്ചപ്പോ പിന്നെ ഞാൻ പെട്ടെന്ന് അത് നോക്കിയിട്ടില്ല. ശരിക്ക് നൗൺസും ഇംഗ്ലീഷ് ടീച്ചിങ് ആയതുകൊണ്ട് നൗൺസും ഗ്രാമേഴ്സ് ഒക്കെ നോക്കിയിട്ടാ പോയത്. ഫോണിക്സും സൗണ്ട്സും അങ്ങനത്തെ ഒന്നും ഞാൻ വല്ലാണ്ട് നോക്കിയില്ല. അപ്പൊ അവിടെ നിന്ന് അയാൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷെ ഞാൻ എനിക്ക് അറിയുന്നത് കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഒന്ന് മിസ്റ്റേക്ക് അപ്പൊ ആൾ എനിക്ക് തിരുത്തി തന്നു. അപ്പൊ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ആളത് കഴിഞ്ഞപ്പോ തന്നെ വി ആർ സോ ഇംപ്രസ്ഡ്. അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ ഒക്കെ ചോദിച്ചു. സാലറി അവര് പറഞ്ഞ സാലറി ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി ഹൈ ആക്കി തരണം എന്ന് പറഞ്ഞപ്പോ ഓക്കെ, നോ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ HR അടുത്ത് കൊണ്ടുപോയി. അവിടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം യു ആർ സെലക്ടഡ്, യു ക്യാൻ ജോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയി. കാരണം ഞാൻ വന്നിട്ട് ആകെ 1.5 മാസേ ആവുന്നുള്ളൂ. ഇതിന്റെ ഇടയിൽ ഒരു ജോബ് കിട്ടുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. വിസ എടുത്തിട്ടാണ് വന്നത്. എന്തായാലും ഒരു 6 മന്ത് ഒക്കെ പ്രതീക്ഷിച്ചതാണ്. എന്തായാലും അൽഹംദുലില്ലാ പഠിച്ചവന്റെ ഹൈറോണ്ട്. പിന്നെ B.Ed ഉണ്ടോ? വീടില്ല. അപ്പോ ഇവിടെ സൗദി അറേബ്യയിലൊക്കെ ഇന്ത്യൻ സ്കൂളുകളാണ് B.Ed ചോദിക്കാറ്. അവിടെയും ഇന്ത്യൻ സ്കൂളിൽ B.Ed വേണം. അതെ അതെ, ബ്രിട്ടീഷ് ഇന്ത്യൻ അമേരിക്കൻ സ്കൂളിൽ നിന്ന് സ്കൂളിൽ B.Ed. വിളിച്ചവരെന്നെ ആ എന്നോട് പറഞ്ഞു B.Ed ഇല്ലാത്തവർ നീ എന്തായാലും ബ്രിട്ടീഷ് കരിക്കുലത്തിൽ പോയിട്ട് ട്രൈ ചെയ്യും, നിനക്ക് എന്തായാലും കിട്ടുമെന്ന് അവരെന്നെ പറഞ്ഞു. പിന്നെ നമ്മളെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞങ്ങളെ നെയ്ബർ തന്നെ ഇവിടെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ ആളോട് ഞാനിങ്ങനെ വാക്കൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു B.Ed ഇല്ലെങ്കിൽ നീ നോക്കേ വേണ്ട, നേരെ വിട്ടിട്ട് B.Ed എടുത്തിട്ട് പോരുമെന്ന് പറഞ്ഞു. പക്ഷെ അതാണ് ഇപ്പൊ എന്റെ ഒരു കുറേ ആളുകള് B.Ed ഇല്ലാതെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ മെജൂസ് പാർക്കിന്റെ തന്നെ 3-4 ടീച്ചേഴ്സിന് B.Ed ഇല്ലാതെ കിട്ടി. അപ്പോ yeah, മിഡിൽ ഈസ്റ്റില് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ B.Ed ഇല്ലാതെ കിട്ടുന്നു. ഇപ്പൊ നമ്മള് ഖത്തറിൽ കിട്ടിയ ടീച്ചർക്ക് B.Ed ഇല്ല. ഖത്തറിൽ ഇപ്പൊ ടീച്ചർ കിട്ടിയത് നമുക്കിപ്പോ മെസ്സേജ് അയച്ചു, അവർക്ക് B.Ed ഇല്ല. സോ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ, കാരണം നമ്മളിവിടെ സൗദി അറേബ്യയിലാണ്, നമ്മളും അതാ പറയുന്നത്. ഇപ്പോഴും ബ്രിട്ടീഷ് അമേരിക്കനിൽ B.Ed നോക്കാറില്ല. അവർ ഡിഗ്രി ഉണ്ടോ നോക്കും, നമ്മുടെ പെർഫോമൻസ് ആണ് അവർ നോക്കുന്നത്. yeah, ഒരു ഡൗട്ട് രഹനന്റെ അടുത്ത് എനിക്ക് ചോദിക്കാന്. രഹന, നമ്മുടെ 2 ട്രെയിനിങ് എടുത്തു മെജൂസ് പാർക്കിന്റെ. ഇപ്പൊ അതെ. ട്രെയിനിങ് എടുത്തൊരു വ്യക്തിയാണ്, അതുകൊണ്ട് നമ്മൾ ട്രെയിനിങ് തന്നാലും നിങ്ങളാണ് എടുത്തവര്. അപ്പോ HBIT കോഴ്സും മാസ്റ്ററിങ് IGLവരും ഒന്ന് സ്കൂളിലേക്കുള്ള ട്രെയിനിങ്ങും ഒന്ന് സബ്ജക്റ്റിന്റെ ട്രെയിനിങ്ങും ആണ്. ഈ 2 യെസ്. കോഴ്സും എങ്ങനെയാണ് രഹനന്റെ ജോബില് പിന്നെ ജോബ് സെർച്ചിങ്ങിലൊക്കെ ഹെൽപ്ഫുൾ ആയത്? രണ്ടും 2 കോഴ്സ് ആണല്ലോ. യാ. Yeah. ഞാൻ ഈ 2 കോഴ്സുകളും നാട്ടിൽ നിന്ന് വരുന്നതിന്റെ മുന്നേ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിങ്ങിന് തന്നെ അത് തീർത്തു. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും HBIT വീണ്ടും വീണ്ടും ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. എത്ര കേട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് വീണ്ടും അത് തറവാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നമുക്ക് നല്ലതായിട്ട് സ്മാർട്ടായിട്ടും കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ HBIT ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ റൗണ്ട് ചെയ്ത് കേട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തും ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം കേൾക്കുന്നോ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമുക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം.
എത്ര കേൾക്കാൻ പറ്റുന്ന നമ്മൾ ചില ഇവിടെയൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിനൊക്കെ ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ കിട്ടി അൽഹംദുലില്ലാ. പോയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. നാട്ടിൽ 2 സ്കൂൾസിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്റർനാഷണൽ ഇന്റർവ്യൂ പോലെ അല്ലല്ലോ. അപ്പൊ ഒരു എക്സ്പീരിയൻസും ഇല്ല. അങ്ങനെ ഞാൻ പോയ സമയത്ത് തന്നെ അവര് ഇങ്ങനെ എന്നോട് പറഞ്ഞു, യു ആർ വെരി സ്മാർട്ട്, വെരി കോൺഫിഡന്റ്. അപ്പൊ അതെല്ലാം എനിക്ക് HBIT നിന്നിട്ടാണ് കിട്ടിയത് എന്ന് എനിക്ക് 100% പറയാൻ പറ്റും. കാരണം എനിക്കൊന്നും അറിയാതെ പോകുന്ന പോലെയല്ല, എല്ലാം എനിക്ക് അറിയാം എന്നുള്ളൊരു ലെവലിൽ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു ധൈര്യമാണല്ലോ. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ആയിരുന്നു HBIT ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. HBIT ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HBITയിലുള്ള എല്ലാം നമ്മളെ ആപ്ലിക്കബിൾ. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. സോ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു HBITയിലെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ്? HBITയിലെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എനിക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒന്നും അറിയാണ്ട് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് HBIT എടുത്ത് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടി അതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പതറുന്നില്ല. നമുക്കൊരു ഇന്റർവ്യൂ എന്താണെന്നും അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്കുണ്ട്. നമ്മളൊരു ഇന്റർവ്യൂ ഏകദേശം ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു പോലെ തന്നെ അല്ലേ, ഒരു 100% നമുക്ക് ബാക്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു ഇന്റർവ്യൂവിന് പോകുന്നത് മുതൽ ഒരു പ്രൊബേഷൻ പീരീഡ് വരെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം. അപ്പൊ എനിക്കത് ആദ്യം എടുക്കുമ്പോഴൊക്കെ എല്ലാരും പോലെ തന്നെ എടുക്കുമ്പോ ഞാൻ വിചാരിച്ചിരുന്നു, അയ്യോ ഇത് എടുക്കുമ്പോ എന്റെ ക്യാഷ് പോവോ, ഇത് എടുക്കുന്ന നേരം എനിക്ക് B.Ed എടുത്താ പോരെ, അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിരുന്നു. ഇതിങ്ങനെ എടുക്കുമ്പോ എത്ര ക്യാഷാ പോകുന്നത്, ഇത് ഭയങ്കര പ്രൈസ് ആണല്ലോ, ആകെ 1 month ഉള്ളൂ, 30 days ഉള്ളൂ, ഇതൊക്കെ എനിക്ക് ഉപകാരപ്പെടും. ബട്ട് സീരിയസ്ലി എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്തൊക്കെയോ എന്റെ കയ്യിൽ നന്നായിട്ടുണ്ട്. ഞാൻ പോയിട്ട് അത് പെർഫോം ചെയ്താൽ മതി എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തിങ്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ഇനി B.Ed എടുത്ത് അപ്പോഴേക്കൊക്കെ ഒരുപാട് ടൈം അങ്ങനെ പോകും. നമ്മളിങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നമുക്ക് പ്ലസ് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ, ഇനി ഞാൻ B.Ed എടുക്കുന്നുണ്ട്, പക്ഷെ എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആണ്. നമ്മൾ എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയാൽ അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. നമ്മൾ കാരണം ടീച്ചേഴ്സ് പലരും എക്സ്പീരിയൻസും കാര്യങ്ങളും വെയിറ്റ് ചെയ്യും. അതിലും നല്ലതായി ഈ ഒരു ഇപ്പൊ കാരണം ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്, ഇന്റർനാഷണൽ ഇന്റർവ്യൂവേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പൊ സബ്ജക്ട് ട്രെയിനിങ്ങിൽ എന്താണ് ഒരു സബ്ജക്ട് ട്രെയിനിങ്ങും നല്ല എക്സ്പെൻസീവാ. 25,000 ഇപ്പൊ 25,000 35,000 പ്രൈസ് ഉണ്ട് അതിന്. ഈ 35,000ഓളം കൊടുത്ത് ഈ ഒരു സബ്ജക്ട് ട്രെയിനിങ്ങിന്റെ അതിൽ എന്താണ് അതുകൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റ് IG A-ലെവലിന്റെ ഇംഗ്ലീഷ് എടുത്തപ്പോൾ? എനിക്ക് അതുകൊണ്ട് ഉണ്ടായ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ലിറ്ററേച്ചർ, കുറെ ഡ്രാമകൾ, കുറെ സ്റ്റോറികൾ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അതാണ്. ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ പോയ ഉണ്ടാവും, അത് നമ്മൾ വായിക്കുന്ന അതിന്റെ മീനിങ് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. അത് നമ്മളെ നാട്ടിൽ അതാണല്ലോ. അതിന്റെ ബാക്കിൽ കുറച്ച് ആക്ടിവിറ്റികളായിട്ട് മാത്രമാണ് അവിടെ നമ്മുടെ നാട്ടിൽ ഗ്രാമേഴ്സ് ഒക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് എത്രയോ ഡിഫറെന്റ് ആണല്ലോ. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എല്ലാം എനിക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റി. കാരണം ഞാൻ അവിടെ നിന്ന് ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബുക്ക് കാണുമ്പോൾ ആകെ അന്തം വിട്ട അവസ്ഥയെ പോലെ നിൽക്കേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും എനിക്കറിയാം, ഓവറോൾ എനിക്ക് അവരെന്നോട് എന്തെങ്കിലും സബ്ജക്ട് ബേസ്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ധാരണയുണ്ട്. അത് പറഞ്ഞു കൊടുത്താൽ തന്നെ അവർ ഓക്കെ ആകും എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എടുക്കുന്നത് കൊണ്ട് ഒരുപാട് കോൺഫിഡന്റ് എനിക്ക് കിട്ടി. അൽഹംദുലില്ലാ. അതിൽ പോയിട്ട് പെർഫോം ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്നിവിടെ എത്താൻ പറ്റിയത് എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. യു സോ മച്ച്, സോ പ്രൗഡ് ഓഫ് യു. ഇതില് താങ്ക് യു നമുക്ക് മാം. പറയാനുള്ളത് ഇത്രയാണ്. നാട്ടിലിരുന്ന് നമ്മൾ കുറെ പഠിപ്പിക്കുന്നതും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെജൂസ് പാർക്കിൽ തന്നത് ഒരു ഇന്റർനാഷണൽ ട്രെയിനിങ് ആണ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ടീച്ചർ പോകുന്ന ഒരു ഫീൽ ഉണ്ടായില്ല. നിങ്ങൾ അത് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഒരു പ്രൊഫഷണലായിട്ട് നിങ്ങൾ റിപ്ലൈ കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇവര് നന്നായിട്ട് പഠിച്ചിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്കും കോൺഫിഡൻസ് കിട്ടി. അവര് അത് ഭയങ്കര തീർച്ചയായിട്ടും ഇംപ്രസ്ഡ് ആയിരുന്നു എന്റെ ഓരോ ആൻസേഴ്സ് കേട്ടിട്ടും. ഭയങ്കര ഇന്റർനാഷണലി എന്തോ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് SBIT എന്റെ CV ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ. IGCSE എന്റെ ലെവൽ ആഡ് ചെയ്തിട്ടുണ്ട്, HBIT ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അവര് ഓരോന്നിനും പറയുന്നുണ്ട്, ഗ്രേറ്റ്, യു സ്റ്റഡിഡ് വെൽ, യു ആൻസേർഡ് വെൽ, നല്ല പ്രിപ്പയർഡ് ആണ് എന്നുള്ള നിലക്ക് ഇങ്ങനെ നമ്മളിവിടെ പറയുന്നുണ്ടായിരുന്നു. എക്സ്പേർട്ടുകൾ തന്ന ട്രെയിനിങ്ങുകളാണ്. 16 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് HBIT. ഓക്കെ രഹന, താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് ഓരോരുത്തരായിട്ട്. ഇന്നിപ്പോ നമ്മളിപ്പോ 3ാമത്തെ ടീച്ചറാണ് എന്താ പറയുക കരിയർ ജേണി ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ടീച്ചർ നമ്മൾ വിളിച്ചിട്ട് നാട്ടിൽ മുംബൈയിൽ ജോബ് കിട്ടി, വ്യത്യസ്ത സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നു. സോ രഹ്നയുടെ വീഡിയോ ഓഫാണ്, നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ്, ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ടെൻഷൻ അടിച്ച് നിൽക്കണ്ട, B.Ed നോക്കി പേടിച്ചിരിക്കണ്ട. ദുബൈയിലാണ് ജോബ് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം കൂടെ രഹ്നനോട് എനിക്ക് ചോദിക്കാണ്ടായിരുന്നു.
രഹന ATS CV ആണോ കൊടുത്തത്, സാധാരണ CV ആയിരുന്നോ കൊടുത്തത്? രഹന ഞാൻ കൊടുത്തത് ആ സോറി മാം, അടുത്ത സെക്കൻഡ് എന്റെ നോ ഹസ്ബൻഡ് പ്രോബ്ലം. ഭയങ്കരമായിട്ട് യെസ്, ATS CV ആയിരുന്നോ? ഓക്കെ. ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ CV കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ ചിന്തിക്കും ഇത് എന്ത് CV ആയിരുന്നു. ഞാൻ നാട്ടിലൊക്കെ കൊണ്ടെടുത്തുള്ള ആ CV ആയിരുന്നു. ഭയങ്കര എന്താ പറയാ, നമ്മളെ ഭയങ്കര ഇതാക്കി വെച്ചിട്ട് CV ഒന്നും കാണാനില്ല, നമ്മളെ ഭയങ്കര അടിപൊളിയാക്കി വെച്ച്. പിന്നെ CV ആണെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിട്ട്, അതൊക്കെ ഇപ്പൊ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ തീരെ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പോലെ ഇവർക്ക് ഫീൽ ചെയ്യും. നമ്മളൊരു ഇതുമില്ല, നമ്മള് ജസ്റ്റ് അങ്ങനെ ഒരു കൺട്രിയിൽ കയറി വന്നതാന്ന് ഇവർക്ക് ഫീൽ ചെയ്യും. സോ ഞാനും മാം HBAT എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഞാൻ കൊടുത്തത്. പിന്നെ ATS ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഇമെയിൽ ത്രൂ ഒക്കെ ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ടും ഇമെയിൽ ത്രൂ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഷെയർ ചെയ്യുമ്പോൾ ഫുള്ള് ഗ്രൂപ്പ്സ് ത്രൂ അല്ലെങ്കിൽ സൈറ്റ് ത്രൂ ഷെയർ ചെയ്യുമ്പോൾ ഫുള്ള് ATS ഫ്രണ്ട്ലി ആയിരുന്നു. ഒന്ന് ATS ഫ്രണ്ട്ലി ആയിട്ടും ഒന്ന് ATS ഫ്രണ്ട്ലി ഫോട്ടോ വെച്ചിട്ടും ഉണ്ടാക്കി. ഫോട്ടോ വെച്ചിട്ട് അതിനനുസരിച്ച് മാറ്റി പിടിച്ചു. എനിക്കറിയാം രഹനയുടെ, അതെ. ഞാൻ വീഡിയോയിൽ തന്നെ പറയാം, രഹനന്റെ മോന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നന്നായിട്ട് രഹനന്റെ കൂടെ ഉണ്ട്. അതാണ് നമ്മള് ഇടക്കിടക്ക് ഇത് പോസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത്. സോ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ദുബൈയിൽ എങ്ങനെ ജോബ് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സോ ടീച്ചേഴ്സ് എല്ലാവരും രഹനന്റെ വീഡിയോ വാച്ച് ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ രഹന, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.